മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. രാജപ്രതിനിധി പുണർദംനാൾ നാരായണവർമ്മയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്രയാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. രാജപ്രതിനിധി പുണർദംനാൾ നാരായണവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര പുറപ്പെട്ടത്. ജനുവരി 14-നാണ് മകരജ്യോതിയും മകരസംക്രമ പൂജയും നടക്കുന്നത്. 26 പേരാണ് സംഘത്തിലുള്ളത്. ഘോഷയാത്ര 3-ാം നാൾ ശബരിമലയിലെത്തും. തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന അന്ന് വൈകിട്ട് 6:30 നടക്കും. ജനുവരി 18-ന് കൊട്ടാരമക കളഭാഭിഷേകവും 19-ന് ഗുരുതിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കും. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് 19-ന് രാത്രി വരെയാണ് ദർശനം ഉള്ളത്. ജനുവരി 20-ന് രാവിലെ 6 മണിയോടുകൂടി നടയടച്ച് തിരുവാഭരണവുമായി രാജപ്രതിനിധി പടിയിറങ്ങി മടക്കയാത്ര ആരംഭിക്കും. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഭക്തിസാന്ദ്രമായിട്ട് ഈ തിരുവാഭരണം ഇവിടെ നിന്ന് ആചാരപരമായി ഘോഷയാത്രയായിട്ട് ശബരിമലയിലേക്ക് പോരുകയാണ്. ആചാരങ്ങളിൽ പറയുന്നത് പോലെ തന്നെ 12:50 കൃഷ്ണപ്പരപ്പിനെ കാണാനും സാധിച്ചു. ഇതൊന്നും യുക്തി കൊണ്ട് സമീപിക്കേണ്ട കാര്യങ്ങളല്ല. ഭക്തി എന്ന് പറയുന്നത് യുക്തിക്ക് അതീതമാണ്. അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സഹസ്രങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങള് അയ്യപ്പന്റെ സ്മരണ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു ഓർമ്മയിൽ ഒഴുകി നിൽക്കുകയാണ്. ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ 11 സ്ഥലങ്ങളിൽ ആഭരണപ്പെട്ടികൾ തുറന്ന് ദർശനമുണ്ടാകും. കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ദേവി ക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവി ക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം, തിരുവാഭരണപ്പാറ ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവി ക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടാരത്തിൽ രാജരാജേശ്വരി മണ്ഡപം, ലാഹ വനംവകുപ്പ് സത്രം എന്നിവിടങ്ങളിലാണ് ദർശനം. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് മണികണ്ഠനാൽത്തറ ക്ഷേത്രത്തിൽ ആദ്യ സ്വീകരണം നൽകി. തുടർന്ന് കൈപ്പുഴ ശ്രീകണ്ഠസ്വാമി ക്ഷേത്രം, കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ഭദ്രാദേവി ക്ഷേത്രം, പറയങ്കര ഗുരുമന്ദിരം, കുറിയാനിപ്പള്ളി ദേവി ക്ഷേത്രം, കാവുമ്പടി ക്ഷേത്രം, കിടങ്ങന്നൂർ ജംഗ്ഷൻ, നാൽക്കാരിക്കൽ സ്കൂൾ ജംഗ്ഷൻ, ആറന്മുള കിഴക്കേനട, പൊന്നുംതോട്ടം ക്ഷേത്രം, പാമ്പാടിമണ്ണ, ചെറുകോൽപ്പുഴ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം ഇന്ന് കൃത്യം 1 മണിക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എടുത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയതിനു ശേഷം ഇന്ന് ഇവിടെ നിന്ന് 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചു. തീർച്ചയായും പന്തളത്തിന്റെ പരിപാവനമായ ഈ സ്ഥലം അയ്യപ്പന്റെ മൂലസ്ഥാനമാണ്. അയ്യപ്പന്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണം എല്ലാ വർഷവും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലായിരുന്നു വിശ്രമം. ചൊവ്വാഴ്ച പുലർച്ചെ 2-ന് പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മുക്കന്നൂർ, ഇടപ്പാവൂർ, പേരൂർച്ചാൽ, ആയിക്കപ്പാറ ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, മാടമൺ ഋഷികേശ ക്ഷേത്രം, പൂവത്തുമൂട്, കൂടക്കാവ്, കൊട്ടാരത്തിൽ പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ക്ഷേത്രം, പെരുന്നാട് രാജേശ്വരി മണ്ഡപം, ലാഹ വനംവകുപ്പ് സത്രം എന്നിവിടങ്ങളിലെത്തും. ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് വിശ്രമം. പുലർച്ചെ 2-ന് ലാഹയിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടും. പ്ലാപ്പള്ളി, ഇലവുങ്കൽ, നിലക്കൽ ക്ഷേത്രം, അട്ടത്തോട്, കൊല്ലമൂഴി, ഒലിയമ്പുഴ, വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, ശബരിപീഠം, ശരംകുത്തി വഴി വൈകിട്ട് 6-ന് സന്നിധാനത്തിലെത്തും. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനും ശുചീകരണത്തിനുമായി സന്നിധാനത്ത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ കർശനമായ നിയന്ത്രണമുണ്ടാകും. 18-ാം പടിക്ക് മുകളിലുള്ള ഭാഗത്ത് 5000 പേരിൽ കൂടുതൽ പാടില്ല. മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് എത്തിക്കേണ്ടുന്ന തിരുവാഭരണം ഇന്ന് പന്തളത്ത് നിന്ന് തലച്ചുവടായി ഭക്തന്മാർ ചുമന്നുകൊണ്ട് പോകുന്ന ആ തിരുവാഭരണം 14-ാം തീയതി വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേരും. ശബരിമലയിൽ 14-ാം തീയതി എത്തിച്ചേരുന്ന തിരുവാഭരണം അവിടെ ചാർത്തി കഴിഞ്ഞ് 20-ാം തീയതിയോടുകൂടി ശബരിമല ഈ സീസണിലെ മണ്ഡലവിളക്കും അതുപോലെ തന്നെ മകരവിളക്കിന്റെയും പരിപാടികൾ എല്ലാം തന്നെ അവസാനിച്ച്
ഇരുപതാം നട അടയ്ക്കും. 13-നും 14-നും എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ 1000 തീർത്ഥാടകരെയും സത്രം പുല്ലുമേട് വഴി 1500 പേരെയും മാത്രമേ അനുവദിക്കൂ. അപ്പാച്ചിമേട് ബെയിലി ബ്രിഡ്ജ് വനപാതയിലൂടെ ആരെയും പ്രവേശിപ്പിക്കില്ല. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള സംഘം ഇവിടെ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. വളരെ ആചാരപരമായ ചടങ്ങുകളോടുകൂടിയാണ് ഇവിടെ ഈ യാത്രയൊക്കെ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഭക്തിനിർഭരമായ മുഹൂർത്തത്തിലൂടെയാണ് ഈ നിമിഷങ്ങൾ കടന്നുപോകുന്നത്. എല്ലാ ആശംസയും അർപ്പിക്കുന്നു. മകരവിളക്ക് ദർശിക്കാൻ പുല്ലുമേട്ടിൽ പാസുള്ള 5000 പേരിൽ കൂടുതൽ ഇല്ലെന്ന് ഉറപ്പാക്കണം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ചടങ്ങിന് ചുമതലപ്പെട്ടവർ മാത്രമേ പാടുള്ളൂ. തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി പമ്പ ഹിൽ ടോപ്പിൽ ആവശ്യമെങ്കിൽ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.